ലിവിങ് എലോൺ അല്ലെങ്കിൽ സോളോ ലിവിങ് എന്ന് പറയുന്നത് ഇന്നൊരു ജീവിതശൈലിയായി മാറിയിരിക്കുകയാണ്. വളരെയധികം ആളുകൾ പ്രത്യേകിച്ച് സിറ്റികളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്. അവർ അതിനെ ഒറ്റപ്പെടലായല്ല കാണുന്നത്, മറിച്ച് ഫ്രീഡമായിട്ടാണ്. ഇന്ത്യയിൽ തന്നെ പല സിറ്റികളിലും നമുക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കാണാൻ കഴിയും. ഇവർ പറയുന്നത് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ റൂംമേറ്റിന്റെ ഡ്രാമയില്ല, റിലേഷൻഷിപ്പിന്റെ കോംപ്രമൈസ് ഇല്ല, വീട്ടിലെ നിയമങ്ങളില്ല, എൻ്റെ സ്പേസ് എൻ്റെ റൂട്ടീൻ. ആഗോളതലത്തിൽ നോക്കിയാൽ നോർവേ, സ്വീഡൻ തുടങ്ങിയ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ 50% വീടുകളിലും ആളുകൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ജർമ്മനിയിലേക്ക് നോക്കിയാൽ അവിടെ 20% ആളുകൾ ഇന്ന് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഇങ്ങ് ഏഷ്യയിലേക്ക് വന്നാൽ ചൈന, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലെ നഗരങ്ങളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഇന്ത്യയിലും ഈ പ്രവണത നഗരങ്ങളെ കേന്ദ്രീകരിച്ച് കൂടി വരികയാണ്. ഇനി നമുക്കിതിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, സാമ്പത്തിക സ്വാതന്ത്ര്യമാണ്. വിദ്യാഭ്യാസത്തിന്റെയും ജോലിയുടെയും ഭാഗമായിട്ടും സമ്പത്തിനായും സ്വയം പര്യാപ്തതയ്ക്കായും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പുതിയ തലമുറ സിറ്റികളിലേക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ തയ്യാറാകുന്നു. രണ്ട്, തൊഴിൽപരമായ കുടിയേറ്റം. നാട്ടിലെ ജോലി സാധ്യത കുറയുമ്പോൾ ആളുകൾ വലിയ വലിയ സിറ്റികളായ ബോംബെ, ഡൽഹി, ബാംഗ്ലൂർ എന്ന സിറ്റികളിലേക്ക് ചേക്കേറുന്നു. മൂന്ന്, മാറുന്ന കാഴ്ചപ്പാട്. വിവാഹം, കുടുംബം തുടങ്ങിയ പരമ്പരാഗത കാഴ്ചപ്പാടുകളിൽ നിന്നും മാറി വ്യക്തിപരമായ വളർച്ചയ്ക്കും കരിയറിനും പുതിയ തലമുറ പ്രാധാന്യം കൊടുക്കും. നാല്, സോഷ്യൽ മീഡിയ. ഇൻസ്റ്റഗ്രാം, പിൻട്രസ്റ്റ്, യൂട്യൂബ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കാണിക്കുന്ന സോളോ അപ്പാർട്ട്മെന്റ് ലൈഫുകൾ പുതുതലമുറയെ കൂടുതലായിട്ട് ആകർഷിക്കുന്നു. ഇനി ഇവർ നേരിടുന്ന പ്രശ്നങ്ങൾ നോക്കാം. ഒന്നാമത്തേത്, പാർപ്പിട പ്രശ്നം. ഒറ്റയ്ക്ക് താമസിക്കുന്നവർ, പ്രത്യേകിച്ച് സ്ത്രീകൾ, വിവാഹമോചിതർ എന്നിവയൊക്കെ റൂം കിട്ടാൻ വളരെയധികം പ്രയാസപ്പെടും. രണ്ട്, സുരക്ഷ. ശാരീരിക സുരക്ഷ ഉറപ്പാക്കാനും അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം ലഭിക്കാനും ഇത്തരം ഒറ്റയ്ക്ക് താമസിക്കുന്നവർ വളരെയധികം വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. നാല്, സാമൂഹിക ഇടപെടലുകൾ. ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രത്യേകിച്ച് സ്ത്രീകളെ സമൂഹം സംശയത്തോടെ നോക്കിക്കാണും. അനാവശ്യമായ കടന്നുകയറ്റം, ഇടപെടലുകളൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അവസാനമായിട്ട്, നമ്മളിന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ എവിടെ നോക്കിയാലും സോളോ ട്രിപ്പ്, സോളോ ജേർണി, സോളോ എക്കണോമി, സോളോ ഡൈനിങ്, അങ്ങനെ എല്ലാം ഒരു സോളോ മയമാണ്. ഇന്ന് ലിവിങ് എലോൺ എന്ന് കേൾക്കുമ്പോൾ പല ആളുകളും കളിയാക്കി ചിരിച്ച് ഒറ്റയ്ക്കല്ലേ എന്ന് ചോദിച്ച്, പക്ഷെ അവർ പറയുന്നത് ഞങ്ങൾ ഒറ്റയ്ക്കല്ല, മറിച്ച് ഞങ്ങൾ കെട്ടുപാടുകളിൽ നിന്നും മോചിതരാണ് എന്നാണ്. ഇതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.